തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽപ്പെട്ടയാൾക്ക് ദാരുണാന്ത്യം. കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ 2 ബസ് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്വകാര്യ ബസ് ഡ്രൈവർ അസീം, KSRTC ഡ്രൈവർ സെബാസ്റ്റ്യൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. അപകടമുണ്ടാക്കിയ ബസും പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, ഏറെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സീബ്ര ലൈനിലൂടെ കടക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായതെന്നാണ്. മത്സരയോട്ടം തന്നെയല്ലേ ഈ അപകടത്തിനും കാരണമായത്? എന്തൊക്കെയാണ് നിലവിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവിത, ഞാൻ ഈ നിൽക്കുന്ന സീബ്ര ലൈനിൽ, ആ സീബ്ര ലൈനിൽ വെച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:50 ഈ അപകടം ഉണ്ടാകുന്നത്. ചാല ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിന് ശേഷം മടങ്ങി വരും വഴിയാണ് ഈ അപകടമുണ്ടായത്. ഇവിടെ വെച്ച് ഒരു KSRTC ബസ്സും ഒപ്പം തന്നെ ഒരു സ്വകാര്യ ബസ്സും, ആ 2 ബസ്സുകളുടെ ഇടയിലേക്ക് ഞെരുങ്ങി ഒരു മനുഷ്യൻ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയായിരുന്നു. അതിന് 100% നമുക്ക് ആ ബസ് ജീവനക്കാർ 2 പേരും, നമ്മൾ ഓരോ മനുഷ്യരോട് ചോദിക്കുമ്പോൾ 2 കൂട്ടർക്കും തുല്യ പങ്കാണ് മരണത്തിലുള്ളത് എന്ന് പറയുന്നു. മാത്രമല്ല അവരുടെ മത്സരമാണ്, ഈ പ്രദേശത്ത് ഏറെക്കാലമായി നിലനിന്നിരുന്ന മത്സരമാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മോടൊപ്പം ആ അപകടത്തിന് നമ്മളുടെ ചാനലിൽ ഉൾപ്പെടെ മുഴുവൻ ചാനലുകളിലും പോകുന്ന ദൃശ്യം, ഫോട്ടോ, ആ 2 ബസ്സുകൾക്കിടയിൽ ആ മനുഷ്യൻ കുടുങ്ങി നിൽക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത ആളാണിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞാണ് നമ്മളോട് പ്രതികരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമാണ് നൽകുന്നത്. ചേട്ടൻ ഈ അപകടം ഫോട്ടോ ഉൾപ്പെടെ എടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ ഇവിടെ നിന്ന് ആ സ്റ്റാൻഡിലേക്ക് കൊണ്ട് കടത്തുകയും ചെയ്ത ആളാണെന്ന് പറയുന്നു. എന്തായിരുന്നു സംഭവം? ഞങ്ങൾ തമ്പാനൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറുന്ന സമയമാണ് ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ എതിർഭാഗത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ആളുകളുടെ ബഹളം കണ്ട് ഞങ്ങൾ ബസ്സിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആളുകൾ ഈ KSRTC ബസ്സിൽ ഡ്രൈവറോട് പറയുന്നുണ്ട്, പുറകിലേക്ക് എടുക്കാൻ പറയുന്നുണ്ട്. 2-3 മിനിറ്റോളം അദ്ദേഹത്തിനോട് ആളുകൾ ഒച്ചത്തിൽ സംസാരിച്ചിട്ട് പുറകിലേക്ക് എടുക്കാൻ പറയുമ്പോഴും അദ്ദേഹം ബസ് പുറകിലേക്ക് എടുക്കാൻ തയ്യാറാവുന്നില്ലായിരുന്നു. പിന്നെ ആരോ ഒരാൾ ബസ് ഡോറ് തുറന്നിട്ട് അദ്ദേഹത്തിനോട് ഷൗട്ട് ചെയ്ത സമയത്താണ് ഈ ബസ് പുറകിലേക്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായത്. ആ സമയത്ത് ഞാൻ എന്തുകൊണ്ടോ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി, ഞാൻ ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ആ പ്ലാറ്റ്ഫോമിൽ കിടത്തി. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ കിടത്തിയതിന് ശേഷം അവിടെ 2-3 മെഡിക്കൽ സ്റ്റുഡൻസ് ആണോ എന്നറിയില്ല, കുറച്ച് പെൺകുട്ടികൾ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംബുലൻസിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷയെ ബന്ധപ്പെട്ടപ്പോൾ അവരൊന്നും നിർത്താതെ പോയി. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വാഹനം വന്നു. SI, അതിൽ നിന്ന് SIO CIO. നഗരഹൃദയത്തിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽപ്പെട്ടയാൾക്ക് ദാരുണാന്ത്യം. കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത്.